എല്ലാവർക്കും ഫിൻലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിന്റെ നാളത്തേക്കുള്ള മൂവ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞിരുന്നത് മാർക്കറ്റ് 22,400 ആണ് സപ്പോർട്ട് 2 പറഞ്ഞിരുന്നത്, സപ്പോർട്ട് 1 പറഞ്ഞിരുന്നത് 22,600 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മുകളിലുള്ള 100 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആക്കാനൊന്നും മാർക്കറ്റ് പോയില്ല. മാർക്കറ്റ് പകരം നേരെ ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് ആണ് നടത്തിയത്. അതായത് ഞാൻ മൺഡേ മൂവ്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. നേരെ ഒരു ഡൗൺഫോൾ മൂവ്മെന്റ് ആണ് നടത്തിയത്. എന്നിട്ട് നമ്മുടെ 22,400 അവിടെ കൃത്യം വന്ന് ഒരു മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് 2 നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 2 മാർക്കറ്റ് മൺഡേയിലത്തെ റെസ്പെക്ട് ചെയ്ത് 22,379 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞ പോലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. 22,600 ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഫോം ചെയ്ത ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ പോലും ഇത് 22,600 ബ്രേക്ക് ഔട്ട് ആയി പോയില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഫോം ചെയ്ത ക്യാൻഡിൽസ് ഒക്കെ ബെയറിഷ് ആയി അവസാനം 22,379 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അത് മാത്രമല്ല നമുക്ക് ഇനി നിഫ്റ്റിയുടെ ക്ലോസിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇന്ന് അതായത് മൺഡേ ക്ലോസ് ചെയ്ത് ഇന്ന് അവധിയായിരുന്നു, ഇന്ന് മാർക്കറ്റ് അവധിയായിരുന്നു. അത് മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തോടു കൂടി ഇയർ എൻഡിങ് ആണ്, അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ നാളെ ക്ലിയറൻസ് സെയിൽ ഒന്നും നാളെ കംപ്ലീറ്റ് ആവില്ല. അത് ഒരു നോട്ട് പോയിന്റ് ആയിട്ട് വെക്കണം. ഓക്കെ, അതിന്റെ പിന്നീടുള്ളത് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിലായിരിക്കും ക്ലിയറൻസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. കാര്യം നാളെ ക്ലിയറൻസ് ഡേ ആണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് മൺഡേ ക്ലോസ് ചെയ്ത വാല്യൂ 22,331 ആണ് നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 22,331.40. നെഗറ്റീവ് 488.20 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 2.14% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ എനിക്ക് ചെയ്യാനുണ്ട്. ആക്ച്വലി 22,379 ആണ് നമ്മുടെ ക്ലോസിംഗ്. 22,379 ആണ് മൺഡേയിലത്തെ ക്ലോസിംഗ്. 22,331 ആണ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത്. നെഗറ്റീവ് 488.20 ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ്. നെഗറ്റീവ് 2.14% വൈസ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത് മാർക്കറ്റ് പിന്നെയും ഡൗൺഫോൾ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരു ഡൗണിലോട്ട് പോയി നെഗറ്റീവ് 488 പോയിന്റ്സ്. കാര്യം ഞാൻ നിഫ്റ്റിയുടെ എപ്പോഴും പറയാറുണ്ട് 100 to 200 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. അതിനകത്ത് 488 ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ഡബിൾ മൂവ്മെന്റ് ആണ് ബെയറിഷിൽ വന്നിരിക്കുന്നത്. ഗ്ലോബൽ അൺസർട്ടനിറ്റി, ഗ്ലോബൽ വോറും എല്ലാ ഗ്ലോബൽ മാർക്കറ്റിലും എഫക്ട് ചെയ്യുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലോണം എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നോക്കാവുന്ന ട്രേഡ് എല്ലാം നമ്മൾ ഓപ്ഷൻസുകാർക്ക് ഏറ്റവും ബെസ്റ്റ് പുട്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ സെൽ ഓപ്ഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലൊരു ഒരു ചാൻസ്, പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടിയ ട്രേഡ്സ് ആണ്. അത് മാത്രമല്ല ഷോർട്ട് സെല്ലിംഗ് ഒക്കെ പോകുന്നതായിരിക്കും ഈ ടൈമിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും ഡിസ്കസ് ചെയ്യാം. അപ്പൊ റെസിസ്റ്റൻസ് നോക്കാനാണെങ്കിൽ ഇനി വരുന്നത് 22,800 ആയിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ നാളത്തേക്കുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്ന 22,800 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് വരാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ് 22,200. ഇതായിരിക്കും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ 21,000 ടച്ച് ചെയ്യാൻ അത്ര താമസം എടുക്കൂല. ഇങ്ങനെ മാർക്കറ്റിന്റെ ഈ നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത്, വാറിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോഴും എന്താ പറയാ ഭയങ്കര ഫെയിലിയർ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാറിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്, വാർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഡിസ്കഷൻസ് ഒന്നും ഇപ്പോഴും ഒരു ഫൈനൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മാർക്കറ്റ് ഇനി ഒരു 21,000 വരെയൊക്കെ താഴെ പോകാൻ ധാരാളം ചാൻസ് ഉണ്ട്. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ട്രേഡ്സ് വളരെ കെയർഫുൾ ആക്കുക. സെൽ ട്രേഡ് വഴി നമുക്ക് ലാഭകരമാക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ഭയങ്കര വോളറ്റൈൽ ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്, അതും കൂടി കൊണ്ടാണ്. പിന്നെ വാറിന്റെ ഗ്ലോബൽ മാർക്കറ്റിലെ എഫക്ട്, ആ സെല്ല് എഫക്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും, ഇന്ത്യയുടെ അകത്തൊന്നും ഇല്ലെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലും എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കാണുന്ന നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫുൾ സെൽ ട്രെൻഡാണ്. ഓക്കെ, ഫുൾ സെൽ ട്രെൻഡാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി വാർ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഈ ട്രെൻഡിനൊരു നിർത്തൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ ഞാൻ കുറച്ചും കൂടി താഴത്തോട്ട് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റുന്ന, ഞാൻ നേരത്തെ 22,200 എന്ന് പറഞ്ഞു, അതൊരു മൈനർ സപ്പോർട്ട് ലെവലായിട്ട് എടുത്താൽ മതി. 22,000 ആയിരിക്കും നമ്മുടെ ആവറേജ് ലെവൽ വെച്ച് നോക്കാൻ നേരത്ത്, വോളിയം അനാലിസിസ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് 22,000 ആയിരിക്കും ഒരു മെയിൻ സപ്പോർട്ട് ലെവൽ നാളത്തേക്കുള്ള ഇൻട്രാഡേയിൽ വരുന്നത്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ അഫ്കോഴ്സ് ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോകുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, എനിക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ച ഒരു ഡൗട്ടാണ്, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താൽ എങ്ങനെയാണ്? ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താൽ ബുള്ളിഷ് ആയിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ 22,000 സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകണം.
ഇങ്ങനെ ഇവിടുന്ന് മുകളിലോട്ട് പുള്ളപ്പ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതേസമയം 22,000 താഴെയാണ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ പിന്നെ വരുന്ന ക്യാൻഡിൽ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ബെയറിഷ് ആണെങ്കിൽ ഇന്ന് നടന്ന പോലെ ഇവിടെ കണ്ടോ, ആ കറക്റ്റ് സപ്പോർട്ടിൽ വന്നാണ് താഴെയാണ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തത്, അത് ബ്രേക്ക്ഔട്ട് ചെയ്തില്ല. അതേസമയം അത് കഴിഞ്ഞ് ഫോം ചെയ്ത ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആയിരുന്നു. പിന്നെ മാർക്കറ്റ് ഡൗണിലോട്ട് പോയി നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത്, ഇത് ഫസ്റ്റ് സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ സെക്കൻഡ് സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത് അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് 22,379 വന്ന് ക്ലോസ് ചെയ്തു. ഇങ്ങനെയുള്ള സപ്പോർട്ട് ലെവൽസിൽ ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത് നോർമൽ ആണ്. കാര്യം ഇവിടെയും ഒരു സപ്പോർട്ട് ലെവലാണ് കണ്ടോ, ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ക്യാൻഡിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ക്യാൻഡിലും സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യും, അനാലിസിസ്, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്ന കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. 4199 ആണ് കോഴ്സ് പ്രൈസ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25,997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4,199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ID, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ ഇവിടെ പറയുവാനാണെങ്കിൽ ഈ 22,800 എടുക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. കാര്യം 22,800ന്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആ ഗ്യാപ്പ് ഫുള്ള് ക്ലോസ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇനി മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഗ്യാപ്പ് വരുന്നത് ഏകദേശം 100 പോയിന്റ്സ് ഗ്യാപ്പാണ്. ഞാനിത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്തിരുന്നതാണ്. ഈ 100 പോയിന്റ്സ് ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇനി മുകളിലോട്ടൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഗ്യാപ്പ് ക്ലോസ് ആയാൽ മാത്രം പോരാ, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് കൺഫർമേഷൻ ലെവലും കിട്ടണം. ഓക്കെ, ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു മർബോസു, നല്ലൊരു ഹാമർ, ഇതൊക്കെ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ഇവിടെ നിന്നൊരു ഫുൾ അപ്പ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ചെറിയ റീട്രേസ് കഴിഞ്ഞിട്ടേ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുള്ളൂ. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇവിടത്തെ 330 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആയില്ല. പകരം നമ്മുടെ 551 സപ്പോർട്ട് 1 ഇവിടെ കണ്ടോ, ഇവിടെ കറക്റ്റ് കണ്ടോ, ആ ഒരു ലൈനിൽ ആ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയി കണ്ടോ, ഫുള്ളി ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് ഫോളോ ചെയ്തത്. ഇങ്ങനെ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ആണ്, അല്ലാതെ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 5403ലാണ് ഇപ്പോൾ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ഗ്യാപ്പ് ഒന്ന് മെഷർ ചെയ്യാം. അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാം. ഗ്യാപ്പ് വരുന്നത് ഏകദേശം 440 പോയിന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 440 തന്നെ ഇടാം. 440 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. ഇനി നോക്കാനുള്ളത് ഈ ഗ്യാപ്പ് ഫസ്റ്റ് ക്ലോസ് ആണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ മുകളിലൊക്കെ 330 പോയിന്റ് ഗ്യാപ്പ് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ക്ലോസിംഗ്, നമ്മുടെ മൺഡേ വന്നിരിക്കുന്ന ക്ലോസിംഗ് എന്ന് പറയുന്നത് 5403 ആണ് നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് മാർക്കറ്റ് ഇന്ന് ഇല്ലാഞ്ഞുകൊണ്ടാട്ടോ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ നമ്മൾക്ക് മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 5403 ആണ്. നെഗറ്റീവ്
1999 പോയിന്റ്സ് ഡൗൺ. ഇത് നമ്മൾ കൺസിഡറബിളി ഫുള്ളി ബെയറിഷ് ആയിട്ടേ കാണുള്ളൂ. കാര്യം 2000 പോയിന്റ്സിന്റെ അടുത്താണ് ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സെക്ടർ ഫോൾ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ആണെങ്കിൽ ഏകദേശം 1000 പോയിന്റ്സിന്റെ അടുത്ത് ഫോൾ ചെയ്തിട്ടുണ്ട്. 3.82%, 82 എന്നൊക്കെ പറയാൻ നേരം 4% അടുത്താണ് ബാങ്ക് നിഫ്റ്റി ഫോൾ ചെയ്തിരിക്കുന്നത്. അതും കൺസിഡറേഷനിൽ എടുക്കണം. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് നാളത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽസ് നോക്കാം. അപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ ഇവിടെയും നമുക്ക് പറയാനുള്ള സെയിം കാര്യം തന്നെയാണ്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയും നല്ല സെൽ ട്രെൻഡിലാണ്. ഓരോ ദിവസം 1000 പോയിന്റ്സിന്റെ മുകളിലാണ് മാർക്കറ്റ് ഫോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇനി നമുക്ക് സപ്പോർട്ട് ലെവൽസ് നോക്കാനുള്ളത് 2 മെയിൻ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ് ആണ്. കാര്യം ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ട് ലെവൽസിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാര്യം മാർക്കറ്റ് മൂവ്മെന്റ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 49,200 അല്ലെങ്കിൽ റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കണമെങ്കിൽ 49, നമുക്ക് കുറച്ചും കൂടി 49,000 to 49,100 ഒരു റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 49,000 to 49,100 ഒരു റേഞ്ച് ലെവലായിട്ടാണ് എടുത്തേക്കുന്നത് ഞാൻ. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടായിരിക്കും. ഈ 49,000 to 49,100 എന്ന ഈ സപ്പോർട്ട് 1 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കാനുള്ള അടുത്ത ലെവൽ ഓഫ് സപ്പോർട്ട്, അതായത് സപ്പോർട്ട് 2 48,000 ആയിരിക്കും. 48,000 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതും ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ, കാര്യം ഈ 48,200 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറയാം. ഞാനൊന്ന് മിനിമൈസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 12th March 2025 ഈ 2 സപ്പോർട്ട്സും 12th മാർച്ചിലും 8th April 2025 ഈ 2 സപ്പോർട്ട്സും ഒരു റിക്കവറി സപ്പോർട്ടായിരുന്നു. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒന്ന് പുള്ളപ്പ് ചെയ്ത് പിന്നെ ഒന്ന് റീട്രേസ് ചെയ്ത് റിക്കവർ ചെയ്ത് ഏറ്റവും വലിയ പോയിന്റ് ആയ 61,450 വരെ പോയത്. നല്ലൊരു റിക്കവറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 സപ്പോർട്ട്സും വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് വരും നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ അതൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ 48,000 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് നല്ലൊരു ബിഗർ സെല്ലർ ഫോളിലോട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 hour ബെയറിഷ് കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഫസ്റ്റ് സപ്പോർട്ടിലാണെങ്കിലും സെക്കൻഡ് സപ്പോർട്ടിലാണെങ്കിലും. അതേസമയം ഈ സപ്പോർട്ടിന്റെ ഇവിടെ വന്നേച്ചും ഒരു ബുള്ളിഷ് കാൻഡിൽ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, അതായത് മാർക്കറ്റ് കറക്റ്റ് സപ്പോർട്ടിന്റെ അവിടെ വെച്ച് ഇവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ ആയിക്കോട്ടെ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്താൽ ആ ഒരു സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബിഗർ ക്രോസ് ഓവർ വരുന്ന ഒരു ബെയറിഷ് കാൻഡിൽ ആണോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൺഫർമേഷൻ ലെവൽസും കൂടിയാണ്. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് 51,000 ആണ്. 51,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ നമ്മുടെ 440 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് വരുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 52,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ലെവൽസ് ഒക്കെ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇനി ഇവിടെ നിന്നൊരു ടെക്നിക്കൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റിനനുസരിച്ച് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിക്കാണ് ഈ വാറിന്റെ ഒരു ടെൻഷൻ തീരാതെ ഒരു സ്റ്റഡി ബുള്ളിഷ് മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നൊരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്താലും ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം മുകളിലോട്ട് ട്രേഡ് എടുക്കുക. അപ്പൊ വിചാരിച്ച പോലെയുള്ള നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. റാൻഡം ട്രേഡ്സ് കഴിയുന്നത് എടുക്കാതിരിക്കുക, കൺഫേം ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക. മെയിൻലി ഈ 440 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ഒരു ബുള്ളിഷ് ട്രെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കൂടി നടന്നാലേ നമുക്കൊരു കൺഫർമേഷൻ 2 എണ്ണം കിട്ടുള്ളൂ. ഒന്ന് ഗ്യാപ്പ് ക്ലോസ് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ, രണ്ടാമത്തത് ഈ 440 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ. നമുക്ക് അങ്ങനെ ഡബിൾ കൺഫർമേഷൻ കിട്ടും. പിന്നെ ക്യാൻഡിൽസും കൂടി നോക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫർ. ഓക്കെ, ഇനി നമുക്ക് ഇന്നലത്തെ ഇൻഡെക്സസിന്റെ പെർഫോമൻസ് നോക്കാം. അപ്പൊ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നത് ഹിൻഡാൽകോ, ടെക്കം, കോൾ ഇന്ത്യ, ONGC, പവർ ഗ്രിഡ്, റിലയൻസ് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സ് വന്നത് ഏറ്റവും വലിയ ലൂസർ വന്നത് ബജാജ് ഫൈനാൻസ്, അതിന്റെ തൊട്ടുപുറകെ ശ്രീരാം ഫൈനാൻസ്, SBIN, ഇൻഡിഗോ, കൊടാക് ബാങ്ക്, ബജാജ് ഫൈനാൻസ് SV, ജിയോ ഫൈനാൻസ്, ടാറ്റ കൺസ്യൂമബിൾസ്, റാസിം, അദാനി ആൻഡ് SBI ലൈഫ്, ഫീച്ചർ മോട്ടോർ, ആക്സിസ് ബാങ്ക്, ഭാരതി എയർടെൽ, ട്രെൻഡ്, HDFC ലൈഫ്, HDFC ബാങ്ക്, M&M, വിപ്രോ, ഡോക്ടർ റെഡ്ഡി എന്നിവയൊക്കെയാണ് ടോപ്പ് ലൂസേഴ്സ് വന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഗെയിനേഴ്സ് ആരുമില്ല. നമ്മൾ കണ്ടല്ലോ 2000 പോയിന്റ്സ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തിയത്. അതുകൊണ്ട് ഗെയിനേഴ്സ് ആരുമില്ല. ലൂസേഴ്സ് ലിസ്റ്റിൽ മെയിൻ വലിയ ലൂസർ വന്നിരിക്കുന്നത് യൂണിയൻ ബാങ്ക്, അതിന്റെ തൊട്ടുപിറകെ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്, AU ബാങ്ക്, യെസ് ബാങ്ക്, PNB, SBIN, കൊടാക്, ഫെഡറൽ, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവയൊക്കെയാണ്. ഇനി നമ്മുടെ സെക്ടർ ആൻഡ് ഇൻഡസസ് പെർഫോമൻസ് നോക്കിയാൽ എല്ലാം
2%ന്റെ മുകളിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം 2%ന്റെ മുകളിൽ ബെയറിഷ് ആയിട്ടാണ് എല്ലാ ഇൻഡെക്സസും പെർഫോം ചെയ്തേക്കുന്നത്. സെക്ടോറിയൽ ഇൻഡെക്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി PSU ബാങ്ക് 4.56% ആണ് ബെയറിഷ് ആയിട്ട് പോയത്. അതാണ് കൂട്ടത്തിൽ ഏറ്റവും ബെയറിഷ് ആയിട്ട് പോയിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്ക് സെക്ടർ. പിന്നെ ബാക്കി എല്ലാം 3% ഒക്കെ വെച്ച് നോക്കണമെങ്കിൽ നിഫ്റ്റി നമ്മൾ കണ്ട 2000 പോയിന്റ്സ് ഡൗൺ 3.82% ഡൗൺവേർഡ് മൂവ്മെന്റ് ആ സെക്ടർ തന്നെയാണ് ഡൗൺവേർഡ് മൂവ്മെന്റ് എടുക്കുക. മാത്രമല്ല ഫിനാൻഷ്യൽ സെക്ടേഴ്സ് എല്ലാം 3%ന്റെ മുകളിലാണ്. നിഫ്റ്റി PVT ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2550, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഇതൊക്കെ ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ഇത്രയെങ്കിലും ബെറ്റർ ആയിട്ട് കുറച്ച് ബെയറിഷ് ആണെങ്കിലും 1%ന്റെ താഴെ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിൻനിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പൊ ഫിൻനിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവല് 24,000 ആയിരുന്നു സപ്പോർട്ട് ലെവല് പറഞ്ഞിരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പും ക്ലോസ് ആയിട്ടില്ല. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. 114 പോയിന്റ്സ് ഉണ്ടായിരുന്ന ഗ്യാപ്പാണ്, അത് ക്ലോസ് ആയിട്ടില്ല. അത് മാത്രമല്ല പുതിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രാഡേയിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയാണ് 23,574 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അല്ല കഴിഞ്ഞ മൺഡേലത്തെ ക്ലോസിംഗ്, ഈ കഴിഞ്ഞ മൺഡേലത്തെ ക്ലോസിംഗ് വന്നത് 23,574 ആണ് നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ വന്നിരിക്കുന്നത് 23,521.80, നെഗറ്റീവ് 851.40 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 3.49% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഗ്യാപ് ഡൗൺ വന്നിരിക്കുന്നത് ഏകദേശം ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം ഗ്യാപ് ഡൗൺ മെഷർ ചെയ്യുമ്പോൾ 279 പോയിന്റ്സ്, നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 280 എടുക്കാം. 280 പോയിന്റ്സ് ഗ്യാപ്, 280 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് മൺഡേ ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,574 ആണ്. 851 ആണ് നെഗറ്റീവ് മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. പോയിന്റ്സ് ഡൗൺ 3.49%. 851 ബെയറിഷ്, നല്ല ബെയറിഷ് മൂവ്മെന്റ് ആണ്. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അതിനകത്ത് 851 എന്ന് പറയുന്നത് 3%, ഏകദേശം ട്രിപ്പിൾ മൂവ്മെന്റ് ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ ഫിൻനിഫ്റ്റിയിൽ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആപ്ലിക്കബിൾ ആണ്. കാര്യം രണ്ടും ഫിനാൻഷ്യൽ സെക്ടർ ആണ്. അപ്പോൾ ഫിൻനിഫ്റ്റിയിൽ പക്ഷേ ലെവൽസ് വരുന്നത് ബ്രേക്ക്ഔട്ട്, ഒരു ബുളിഷ് ബ്രേക്ക്ഔട്ട് ലെവല് ഇൻട്രാഡേ ലെവൽ വരുന്നത് 24,000 ആണ്. 24,000 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഔട്ട് ആണ്. 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് 1 അവർ ടൈം ഫ്രെയിമിൽ ബുളിഷ് ബ്രേക്ക്ഔട്ട് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ ഗ്യാപ്പും ക്ലോസ് ആവും അതോടുകൂടി. പക്ഷേ 24,000 ബ്രേക്ക്ഔട്ട് ആണ്. പിന്നെ സപ്പോർട്ട് ലെവൽ നോക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു വാറന്റഡ് സൈനിൽ സപ്പോർട്ട് ലെവലാണ് കുറച്ചും കൂടി നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ ഇമ്പോർട്ടന്റ്. അപ്പോൾ 23,200 ആണ് വരുന്നത്. 23,200 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് നടത്തുന്നതായിരിക്കും. മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് കൺഫർമേഷൻ ലെവൽസ് ആണ്. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു മൂവ്മെന്റ് നടന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് മാർക്കറ്റ് കൂടുതൽ വോളറ്റൈൽ ആകും. ഈ സെന്റർ പോർഷനിൽ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് നടത്തുക, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി സെൻസെക്സിൽ നോക്കാം. അപ്പൊ സെൻസെക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ വരച്ചിരുന്നത് 72,500 ആയിരുന്നു സപ്പോർട്ട് വരച്ചിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് നടന്നാൽ മാത്രമേ ഒരു റിവേഴ്സൽ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി. പിന്നെ ഫുള്ളി ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തി 72,100 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. 72,100 ഇതാണ് നമ്മുടെ മൺഡേ ക്ലോസിംഗ് വന്നത്. പൈസൽ വാല്യൂ വന്നത് ഏകദേശം 71,947.55, നെഗറ്റീവ് 1,635.67 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ്, 2.22% വൈസ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് വെച്ച് നോക്കാൻ നേരത്ത് 1,635 എന്ന് പറയുന്നത് നല്ല ബെയറിഷ് ആയിട്ട് തന്നെ കാണും. അത് മാത്രമല്ല ഇതിന്റെ ഗ്യാപ്പ്, ഓക്കെ, ഗ്യാപ്പും കൂടി നമ്മൾ മെഷർ ചെയ്യാം. അപ്പോ ഗ്യാപ്പ് മൺഡേലത്തെ മൂവ്മെന്റോടെ ബാക്കി വരുന്നത് ഏകദേശം 444 പോയിന്റ്സ് ആണ്. അപ്പൊ ഞാൻ അത് തന്നെ വാല്യൂ ഇടാം. 444 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് ഇനി മുകളിലോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ വീക്ക്ലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. നെഗറ്റീവ് 2.42% ആണ് വീക്ക്ലിയിൽ ആവറേജ് മൂവ്മെന്റ്
ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തേക്കണം. മന്ത്ലി ഇത്തിരി ശോകകരമാണ് കാര്യം, -12.49% ആണ് സെൻസെക്സിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി നിഫ്റ്റിയിൽ നോക്കിയാലും ബെയറിഷ് മൂവ്മെന്റ് 16.60% ആണ് മന്ത്ലിയിൽ വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 17.66% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. മന്ത്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ 12.29% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാക്ക് ടു സെൻസെക്സ്, ഇവിടെ സെൻസെക്സിൽ 1 അവറിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സെൽ ട്രെൻഡ് ലൈൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു സെൽ സൈഡിലോട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മുടെ സെൻസെക്സും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള അതിലോട്ട് കിടക്കാം. ഇവിടെ ഇനി സെൻസെക്സിൽ നോക്കാൻ നേരത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നോക്കാനുള്ളത് 70,000 എന്ന സപ്പോർട്ട് ലെവലാണ്. നമ്മുടെ മേജർ സപ്പോർട്ട് ലെവലും കൂടിയാണിത്. 70,000 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാനുള്ളത്. ഇത് എടുക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഞാൻ മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഞാൻ കുറച്ചും കൂടി മിനിമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ജസ്റ്റ് ഡെയിലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണേ, എന്നാലേ നിങ്ങൾക്ക് ആ ചാർട്ട് എനിക്ക് കറക്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇവിടെ ഏകദേശം 6 ഫെബ്രുവരി 2004 ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആയിരുന്നത്. കണ്ടോ, 2 തവണ ആ സപ്പോർട്ട് ലെവല് നമ്മുടെ 6 ഫെബ്രുവരിയിലും വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 6 ജൂൺ 2004 ഈ സപ്പോർട്ട് എടുത്താണ് പിന്നെ മാർക്കറ്റ് പുള്ളപ്പ് ചെയ്തത്. വീണ്ടും നമ്മൾ ആ യുക്രൈൻ വാറിന്റെ സമയത്ത് വന്ന ലെവൽ, അതായത് 9th April 2005 വന്ന ലെവലിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 72,100 എന്ന ലെവലിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 70,000 ആണ്. അതുകൊണ്ടാണ് 70,000 സപ്പോർട്ട് ലെവലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ. ഞാൻ തിരിച്ച് 1 അവർ ചാർട്ടിലോട്ട് പോണേണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഔട്ട് ആയാൽ 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ഔട്ട് ആയാൽ നല്ലൊരു ബ്രേക്ക് ഔട്ട്, നല്ലൊരു സെൽ ട്രെൻഡ് സെൻസെക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നല്ല സെല്ലേഴ്സ് മൂവ്മെന്റ് ആയിരിക്കും. അത് മാത്രമല്ല ഇതിന്റെ ഒപ്പം നമ്മുടെ ടെക്നിക്കൽസ് വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് 2 റെസിസ്റ്റൻസസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒന്ന്, നമ്മുടെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് അതെന്ന് പറയുന്നത് 73,000 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 73,000. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 74,000 ആയിരിക്കും. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 വരുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലും സപ്പോർട്ട് ലെവൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ക്യാൻഡിൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോം ചെയ്യുന്ന പാറ്റേൺസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക, വെറുതെ റാൻഡം ട്രേഡ്സ് എടുക്കാതിരിക്കുക. അപ്പോൾ നഷ്ടങ്ങൾ കുറക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് മാർക്കറ്റ് ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റ് കൺഫർമേഷൻസ് എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഈ ഉള്ള വാർ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട്, അതായത് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, കാര്യം മാർക്കറ്റ് ഏത് സൈഡിലോട്ട് പോയാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ കറക്റ്റ് ആയിട്ട് ടെക്നിക്കൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്ന കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം 4199 പർച്ചേസ് ചെയ്യാവുന്നതാണ്. സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ 4199 ഒരു ഇൻട്രോഡക്ടറി കോഴ്സ് ആയിട്ട് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി സെൻസെക്സിന്റെ ഇൻട്രാഡേ അനാലിസിസ് നാളത്തേക്കുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കേണ്ട. എപ്പോഴും കമന്റ്സിൽ വരുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.